We have been continuing a series. നമ്മൾ ഒരു പരമ്പരയിലാണല്ലോ, God in the problem of evil. ദൈവം നമ്മുടെ തിന്മയുടെ പ്രശ്നത്തിൽ എവിടെ? So we saw in the first session how does God work in the problem of evil, particularly about his existence. ദൈവത്തിൻ്റെ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മുടെ തിന്മയോടുള്ള ബന്ധത്തിൽ ദൈവം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. So we will go further and we will think what happens when we have the natural evil happening all around. നമ്മുടെ ചുറ്റും പ്രകൃതിദത്തമായ തിന്മ വളരെയധികം ഉണ്ടായിരിക്കുമ്പോൾ ആ ബന്ധത്തിൽ ദൈവം എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഇന്ന് ചിന്തിക്കാം. So again I would take a devil's advocate. ഞാൻ ഈ കാര്യത്തിൽ ഒരു വിശ്വാസമില്ലാത്ത ആൾ വാദിക്കുന്നത് പോലെ വാദിക്കാമെന്ന് വിചാരിക്കുന്നു. So you all have to give me your responses. അതിന് പ്രതികരണമായിട്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പ്രതികരണം അറിയിക്കണം. Where is God when you had corona? നമുക്ക് കൊറോണ എന്നുള്ള പ്രശ്നം ഉണ്ടായിരുന്നപ്പോൾ എവിടെയായിരുന്നു ദൈവം? Where was God when we had a flood in Kerala? കേരളത്തില് വലിയ വെള്ളപ്പൊക്കം വന്നപ്പോൾ ദൈവം എവിടെയായിരുന്നു? So where is God in all these situations? ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ദൈവം എവിടെയാണ്? There have been thousands and thousands of people died when there was a tsunami. സുനാമി അടിച്ചപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ മരിച്ചല്ലോ, right? ശരിയല്ലേ? I think we had a lot of death next to our boundary in Kanyakumari, Nagapatnam. നമ്മുടെ അതിർത്തിയോട് ചേർന്ന് കന്യാകുമാരിക്ക് അടുത്ത് നാഗപട്ടണം എന്ന സ്ഥലത്ത് അനേക മരണങ്ങൾ സംഭവിച്ചല്ലോ. Children died, അനേക കുഞ്ഞുങ്ങൾ മരിച്ചു, parents died, പലരുടെയും മാതാപിതാക്കൾ മരിച്ചു. So did you ever think where is God in all these situations? ഈ സാഹചര്യങ്ങളിലൊക്കെ ദൈവം എവിടായിരുന്നു എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? What do you think? I mean, I need response. പ്രതികരണം വേണം. Why didn't God stop? ദൈവം എന്ത് ചെയ്യുകയായിരുന്നു? ദൈവം സ്വർഗത്തിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്ന സഹോദരൻ പറഞ്ഞു. Yeah, so he was sitting there looking at us, mankind dying, and he did not do anything. ദൈവം ഇങ്ങനെ സ്വർഗത്തിൽ ഇരുന്ന് മനുഷ്യൻ മരിക്കുന്നതും ഒക്കെ കണ്ടുകൊണ്ട് ഒന്നും ചെയ്യാതെ ഇരിക്കുകയായിരുന്നു. So two things. One, he is a cruel God to see the mankind dying and enjoying. Second, he is incapable. He cannot do anything. ഒന്നുകില് ദൈവം വളരെ ക്രൂരനായ ഒരു ദൈവമാണ്, മനുഷ്യരിങ്ങനെ മരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ദൈവത്തിനൊന്നും ചെയ്യാൻ കഴിയാത്ത, ശക്തിയില്ലാത്ത ഒരുവനായിരിക്കണം ഇതിൽ ഇടപെടാൻ കഴിയാതെ ഇരിക്കുന്നതിനാൽ. There was a Oki, right? ഇവിടെ നമ്മളൊരു ചുഴലിക്കാറ്റിനെ നേരിട്ടല്ലോ. And not far off, I think 7-8 years back, I was also here only that time, and we had hundreds of houses were just blew off. ഞാൻ ഉണ്ടായിരുന്ന കാലത്താണ് ഓക്കി എന്ന് പറയുന്ന ആ ചുഴലിക്കാറ്റ് അടിച്ച് നൂറുകണക്കിന് വീടുകൾ അന്ന് തകർന്നു പോയല്ലോ. Where is God? ഇതിന്റെയൊക്കെ ഇടയ്ക്ക് ദൈവം എവിടെയാണ്? Hundreds of people were, they all were sleeping outside under the open sky, including the children. They were left with no houses. അനേകര് കുഞ്ഞുങ്ങളോടൊപ്പം തുറന്ന ആകാശത്തിന്റെ കീഴിൽ കിടന്നുറങ്ങേണ്ട ഗതി വന്നു. ഈ സമയത്തൊക്കെ ദൈവം എവിടെയായിരുന്നു? Isn't God so cruel? ദൈവം വളരെ ക്രൂരനല്ലേ? Why didn't he stop the Oki or the tsunami or the flood in Kerala or corona in that sense? At least for his own children. Okay, those who are wicked and all, that's understandable. But what about his own believer? They are also dying. ദൈവം ഓക്കെയും സുനാമിയെയും വെള്ളപ്പൊക്കത്തെയും അതുപോലെ കൊറോണയൊക്കെ തടഞ്ഞു നിർത്തേണ്ടതല്ലായിരുന്നു? ഏറ്റവും കുറഞ്ഞത് തൻ്റെ മക്കളെ സംബന്ധിച്ചെങ്കിലും, അല്ലാത്തവരെ സംബന്ധിച്ച് ഒരുപക്ഷെ അനുവദിച്ചാലും നമുക്ക് ഒരു വിധത്തിലൊക്കെ മനസ്സിലാക്കാം, തൻ്റെ മക്കളെയെങ്കിലും ഇതിൽ നിന്നൊക്കെ രക്ഷിക്കേണ്ടതായിരുന്നില്ലേ? Why so cruel? എന്തുകൊണ്ടാണ് ദൈവം ഇത്ര ക്രൂരനായിരിക്കുന്നത്? Why didn't he use his might? He's an omnipotent God, right? He should have used his might
he should at least shook his fingers to stop wickedness from his own children at least. സർവശക്തനായ ദൈവമാണല്ലോ, ആ ദൈവം തൻ്റെ ശക്തി ഒന്ന് പ്രദർശിപ്പിക്കേണ്ടതല്ലായിരുന്നോ? തൻ്റെ വിരലെങ്കിലും ഒന്ന് അനക്കേണ്ടതായിരുന്നില്ലേ? തൻ്റെ മക്കളെയെങ്കിലും ഒന്ന് രക്ഷിക്കേണ്ടതായിരുന്നില്ലേ? Yeah. പറ. I mean, do you struggle with such questions, or only it's me only who struggle with these questions? ഇങ്ങനെയുള്ള ചോദ്യങ്ങളുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ടോ, അതോ എനിക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു തോന്നല്? സഹോദരൻ പറയുന്നത് ഓരോ വ്യക്തി ഏത് കാലം വരെ ജീവിച്ചിരിക്കുമെന്നൊക്കെ ദൈവത്തിനറിയാം. അതപ്പം ആ സമയം എത്തുമ്പോൾ ഒന്നുകിൽ ഏതെങ്കിലും ദുരന്തത്തിൽ കൂടെയോ അല്ലെങ്കിൽ വെള്ളപ്പൊക്കത്തിലൂടെയോ ഒക്കെ അവർ കടന്നു പോകുന്നു. അതിൽ അസാധാരണത്വമൊന്നുമില്ല എന്നുള്ളതല്ലേ? But is it right? അത് ശരിയാണോ? As a human being, when we comprehend these things, is it right? നമ്മൾ ഒരു മനുഷ്യനെന്നുള്ള നിലയിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് ശരിയാണെന്ന് പറയാൻ പറ്റുമോ? I mean, we are calling God for whom? I mean, we need protection, we need support, we need help, we need care, we need all the provision. So he should be giving as a God everything to him, to us, because we depend on him. നമ്മൾ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ദൈവത്തോടാണല്ലോ അപേക്ഷിക്കുന്നത്. നമുക്ക് സംരക്ഷണം വേണ്ടപ്പോൾ, നമുക്ക് കരുതൽ വേണ്ടപ്പോൾ, മറ്റു കാര്യങ്ങൾക്കൊക്കെ സർവശക്തനായ ദൈവം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മളെ സഹായിക്കാൻ ബാധ്യസ്ഥനല്ലേ? സഹോദരൻ പറയുന്നത് ദൈവത്തിന് ഇടപെട്ട് പ്രവർത്തിച്ച് താൻ സർവശക്തനാണെന്ന് തെളിയിക്കാനുള്ള ചില സാഹചര്യങ്ങൾ ദൈവം അനുവദിക്കുന്നതാണ്. എൻ്റെ പിതാവ് എനിക്ക് എല്ലായ്പ്പോഴും നന്മ ചെയ്തുകൊണ്ട് മാത്രമിരുന്നാൽ ഒരു പക്ഷെങ്കിൽ ആ പിതാവിൻ്റെ നന്മയെക്കുറിച്ചൊന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് വന്നേക്കാം. Okay, I take a step further and I say, it's okay to discipline your child as a father. ഒരു കുഞ്ഞെന്നുള്ള നിലയ്ക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ശിക്ഷണത്തിൽ വളർത്തുന്നത് ശരിയാണോ എന്നുള്ള അടുത്ത പടിയിലേക്ക് ഞാൻ ആ കാര്യത്തെ കൊണ്ടുപോവുകയാണ്. So as a God disciplining me with all the small spank, it's okay. But killing me just to, satisfy his own desire, that's wrong, right? എൻ്റെ കുഞ്ഞുങ്ങളെ ശിക്ഷിക്കും പക്ഷേ ഞാൻ അവരെ കൊല്ലത്തക്ക വിധത്തിൽ ശിക്ഷിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മളെ അങ്ങനെ ശിക്ഷണത്തിലൂടെ കൊണ്ടുവരുമ്പോൾ നമ്മളെ കൊല്ലുന്ന ആ അവസ്ഥ വരെ പോകുന്നത് ശരിയാണ്? എന്താണ് ശിക്ഷണം എന്ന് ഉള്ളതാണ് അടുത്ത ചോദ്യം എന്നാണ് സാർ പറയുന്നത്. Discipline will not take you to the extent of death. ശിക്ഷണം മരണം വരെ കൊണ്ടെത്തിക്കത്തക്ക ഒരു കാര്യമാകാൻ കഴിയുകയില്ലല്ലോ. അത് നമ്മുടെ ശിക്ഷണത്തിൻ്റെ ഒരു ഡെഫിനിഷനാണ് എന്നാ സൗരം പറയുന്നത്. നിർവചനമാണ്. ദൈവത്തിന് ഒരു അതിർത്തി രേഖയുണ്ട്, എനിക്കും ഒരു അതിർത്തി രേഖയുണ്ട്. എന്നെ സംബന്ധിച്ച് അതിർത്തി രേഖ മരണമാണ്. അതിനപ്പുറത്തുള്ളതൊന്നും എനിക്ക് സങ്കല്പിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുന്നതെന്നാണ് സഹോദരൻ പറയുന്നത്. But I being in the image of God, I have got all the characters in me, which reflects a lot of moral values, moral laws. So definitely if a father or mother or both of them, they die early when their children are so young, of course it pains me. So definitely it will be a pain to the Heavenly Father as well. ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ധാർമ്മിക ചിന്തയ്ക്കുള്ള കഴിവുകളൊക്കെ നമ്മളിൽ തന്നെയുണ്ട്. ഒരു വളരെ ചെറുപ്പത്തിലുള്ള കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ മരിക്കുമ്പോൾ അത് വളരെ വളരെ സങ്കടകരമായ ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് ദൈവം നമുക്ക് തന്നിട്ടുണ്ടല്ലോ. സഹോദരൻ പറയുന്നത് നമ്മുടെ ജ്ഞാനം അതിലുള്ള ജ്ഞാനമാണ്, ദൈവത്തിൻ്റെ ജ്ഞാനം സർവ്വജ്ഞാനമാണ്. അത് ഒരു സമയത്ത് ദൈവം നേടിയെടുത്തതോ ഓരോ ദിവസവും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നതോ അല്ല. നമ്മളെ സംബന്ധിച്ചാണെങ്കിൽ ജ്ഞാനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ മരണത്തിനപ്പുറമുള്ളതിനെക്കുറിച്ച് നമുക്കിപ്പോൾ ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് മാത്രമാണ് ഇത്തരം ചോദ്യങ്ങൾ വരുന്നതെന്നാണ് സഹോദരൻ പറയുന്നത്.
It's wonderful to have a thought on this. ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് തന്നെ വളരെ നല്ലൊരു കാര്യമാണ്. We, one or other way, come to a thought, why so much of suffering all around the world because of a volcano burst or a earthquake or flood or tsunami or so on and so forth. നമ്മൾ പലപ്പോഴും നമ്മുടെ ചുറ്റുപാടും കാണുന്ന സുനാമിയോ അല്ലെങ്കിൽ അഗ്നിപർവ്വതത്തിൻ്റെ പൊട്ടലോ ഒക്കെ അതുപോലുള്ള ദുരന്തങ്ങൾ നടക്കുമ്പോൾ ഇത്രയധികം സഫറിങ്സ് അല്ലെങ്കിൽ കഷ്ടപ്പാടുകൾ എന്ന് ചിന്തിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. And we always come across with a question, where is God among this? ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് ദൈവം എവിടെ എന്നുള്ള ചോദ്യം മറ്റുള്ളവരിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുമുണ്ട്. Why couldn't God stop it? എന്തുകൊണ്ട് ദൈവത്തിന് ഇത് തടഞ്ഞു നിർത്താൻ കഴിഞ്ഞില്ല? So we often come across with such question and we are left with nothing. We are left with no answer. പലപ്പോഴും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കൊരു ഉത്തരം പറയാൻ കഴിയാറുമില്ല. But sometimes you may be sharing with people, particularly with the atheist, and he will ask the same question: where is God in your tsunami? Where is God in the flood? Where is God? Why couldn't your God save people, those who were suffering during COVID? പലപ്പോഴും നിരീശ്വരന്മാർ ഇതുപോലുള്ള ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കാറുണ്ട്. സുനാമിയുടെ ഇടയ്ക്ക്, കോവിഡിനിടയ്ക്ക്, ഇങ്ങനെയുള്ള ദുരന്തങ്ങൾക്കിടയ്ക്ക് നിങ്ങളുടെ ദൈവം എവിടെയായിരുന്നു? And sometimes people will even go asking, non-believers particularly, why couldn't your God save people dying during the COVID of your own believers or of your own church? അവിശ്വാസികളായിട്ടുള്ള ചുറ്റുമുള്ളവർ പലപ്പോഴും നിങ്ങളുടെ തന്നെ സമൂഹത്തിൽപ്പെട്ട സഭയിൽപ്പെട്ട വിശ്വാസികൾ തന്നെ മരിക്കുമ്പോൾ അവരെ പോലും രക്ഷിക്കാൻ എന്തുകൊണ്ട് നിങ്ങളുടെ ദൈവത്തിന് കഴിഞ്ഞില്ല എന്ന് ചോദിക്കാറുണ്ട്. And we are always left with no answer. പലപ്പോഴും നമുക്കതിന് ഉത്തരം പറയാൻ കഴിയാറുമില്ല. Why? എന്തുകൊണ്ട്? Because most of the time we don't try to understand this particular side of God's doing. പലപ്പോഴും അങ്ങനെ കഴിയാതിരിക്കുന്നതിന് കാരണം ദൈവം എന്തുകൊണ്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച്, ആ വശത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. Let's again come back to the text which we started initially. നമ്മൾ ആദ്യം വായിച്ചു തുടങ്ങിയ ഭാഗത്തേക്ക് വീണ്ടും വരാം. Number 1, Luke chapter 13 verses 3 and 4. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ. 3, 4. ലൂക്കോസ് also 5. ലൂക്കോസ് 13-ന്റെ 3, 4, 5 വാക്യങ്ങൾ. അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അല്ല, ശീലോഹാമിലെ ഗോപുരം വീണു മരിച്ചുപോയ ആ 18 പേർ യെരുശലേമിൽ പാർക്കുന്ന സകല മനുഷ്യരിലും കുറ്റക്കാരായിരുന്നു എന്ന് തോന്നുന്നുവോ? അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. Jesus Christ is telling these people, those who had come to discuss with him regarding the death of those Galileans who were killed by Pilate. പീലാത്തോസ് കൊന്നുകളഞ്ഞ ആ ഗലീലക്കാരെ കുറിച്ച് തന്നോട് ചോദിക്കാൻ വന്ന ആളുകളോട് കർത്താവ് പറഞ്ഞ ഭാഗമാണ് നമ്മൾ ഈ വായിക്കുന്നത്. But Lord Jesus went a step further and he started taking the not only the problem of evil in the response of the in response to the man doing the evil thing, but he went ahead and started taking up the question of problem of evil as far as the natural evil was concerned. ഒരു മനുഷ്യൻ ചെയ്ത ആ തിന്മയുടെ ആ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് മുന്നേക്ക് പോയി കർത്താവ് എന്തുകൊണ്ട് പ്രകൃതിദത്തമായ തിന്മ തന്നെ ഉണ്ടാകുന്നു എന്നുള്ള കാര്യത്തെ വിശദീകരിക്കുക. We do not know whether this Shiloah fort was a man-made or not. നമുക്കറിയത്തില്ല ശീലോഹാം ഗോപുരം, ആ വീണുപോയ ഗോപുരം മനുഷ്യനുണ്ടാക്കിയതായിരുന്നു അല്ലയോ എന്ന്. That fort could have been a natural fort. We do not know. അത് പ്രകൃതിദത്തമായിട്ടുണ്ടായിരുന്ന ഒരു കോട്ടയായിരുന്നു എന്നും നമുക്കറിയത്തില്ല. But it was something which was a safe place for people to come and abide. അത് സാധാരണഗതിയിൽ ആളുകൾക്ക് വന്ന് സ്വസ്ഥമായിട്ട് സംരക്ഷിതമായ അവസ്ഥയിൽ ഇരിക്കാൻ പറ്റിയ, താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലമായിരുന്നു. And people, those who thought to be a safe place, all of a sudden this fort comes on them and they all die. സുരക്ഷിതമായ സ്ഥലത്ത് എത്തിയെന്ന് വിചാരിച്ചിരുന്ന ആളുകൾ പെട്ടെന്ന് ഇതാ ആ ഗോപുരം വീണ് മരിക്കുകയാണ്. And Lord Jesus Christ is taking this question of people
being killed in Galilee, further to the questions about this 18 people dying under this pillar. കർത്താവ് ആ പീലാത്തോസിനാല് ഗലീലക്കാര് മരിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നൊക്കെ വളരെ മുന്നോട്ട് പോയിട്ട് ഇതാ 18 പേര് ആ ശീലോഹാമിലെ ഗോപുരം വീണ് മരിച്ചുപോയ ആ പ്രകൃതിദത്തമായ തിന്മയിലേക്ക് അവരെ കൊണ്ടുപോവുക. He is even giving the exact number 18. കൃത്യം മരിച്ചവരുടെ എണ്ണം വരെ പറഞ്ഞ കർത്താവ് ഈ ഭാഗത്ത് അവരോട് ഇടപെടുന്നു. And there is no one here arguing, no, it was not 18, Lord, it was 20 or it was 15. അവിടെ ആരും കർത്താവിനോട് തിരിച്ച് അവര് 18 അല്ലായിരുന്നു, 20 ആയിരുന്നു, അല്ലെങ്കിൽ 15 ആയിരുന്നു എന്നൊന്നും ആരും വാദിക്കുന്നതായിട്ട് നാം കാണുന്നില്ല. This, and moreover, this episode is not written anywhere in the gospel of any gospel. മാത്രമല്ല ഇത് സുവിശേഷങ്ങളിലൊന്നും എഴുതിയിട്ടുള്ള ഒരു സംഭവവും അല്ല. So that was one of a hot discussion or hot news or hot episode happening there in the community at that point. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് ഇത് ആ സമൂഹത്തിൽ ആ കാലത്ത് ചർച്ച ചെയ്തിരുന്ന ഒരു ചൂടുള്ള വിഷയമായിരുന്നിരിക്കണം എന്നുള്ളതാണ്. So every nook and corner the discussion was going on these issues. ആ പട്ടണത്തിന്റെ ഓരോ മൂലയിലും ഈ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടായിരിക്കണം. And Lord takes this further. കർത്താവ് ഇത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. So what is the response of the Lord? കർത്താവിന്റെ ഇതിനോടുള്ള പ്രതികരണം എന്താണ്? Where is God in the natural evil? ദൈവം ഇങ്ങനെയുള്ള പ്രകൃതിദത്തമായ തിന്മ സംഭവിക്കുമ്പോൾ എവിടെയാണ്? How can natural evil be justified in the context of a believer? ഒരു വിശ്വാസിയോടുള്ള ബന്ധത്തിൽ പ്രകൃതിദത്തമായ ഇങ്ങനെയുള്ള തിന്മകളെ എങ്ങനെ ന്യായീകരിക്കാം? When we get into this argument, there are many ways we can approach to this. ഇതിനെ പല രീതിയിൽ നമുക്ക് വിശദീകരിക്കാൻ ശ്രമിക്കാൻ പറ്റും. But I would be taking up few of them, and then I think in the limitation of time we will try to quickly finish. ഏതാനും അങ്ങനെയുള്ള വിശദീകരണങ്ങളിലേക്ക് കടന്നുപോയിട്ട് സമയത്തിന്റെ പരിധിക്കുള്ളിൽ നിർത്താം. Number 1, the defense of fall. Defense of fall. ഒന്നാമതായിട്ട് മനുഷ്യന്റെ വീഴ്ചയോടുള്ള ബന്ധത്തിലുള്ള വിശദീകരണമാണ്. We will try to see what happened during the fall. മനുഷ്യന്റെ വീഴ്ചയുടെ സമയത്ത് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് നോക്കാം. Romans chapter 8 verses 20 to 22. റോമാലേഖനം 8-ാം അധ്യായം 20 തൊട്ട് 22 വരെയുള്ള വാക്യങ്ങൾ. റോമർ 8-ന്റെ 20 തൊട്ട് 22 വരെയുള്ള വാക്യങ്ങൾ. Let's try to analyze whether this earth which is creating the natural evil, whether this earth was like this or not. നമുക്ക് ഈ പ്രപഞ്ചം പ്രകൃതിദത്തമായ ദുരന്തം ഉണ്ടാകത്തക്ക വിധത്തിലാണോ സൃഷ്ടിച്ചത്, അതോ പൂർണ്ണതയുള്ള അവസ്ഥയിലായിരുന്നോ സൃഷ്ടിച്ചതെന്നുള്ളത് പരിശോധിക്കാം. റോമാലേഖനം 8-ന്റെ 20 തൊട്ട് സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്വത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവ്വമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തമത്രേ. സർവസൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടെ ഇരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. So this is a phrase which speaks loudly that the creation or this earth was not like this. ഈ ഭാഗം നമ്മളോട് വളരെ ഉച്ചൈസ്തരം പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ പ്രപഞ്ചം ഇങ്ങനെ ആയിരുന്നില്ല. This was not like created like this. ഇതിങ്ങനെ സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രപഞ്ചം അല്ല. God did not want that there should be a natural evil for the people around. ചുറ്റുമുള്ള മനുഷ്യർക്ക് പ്രകൃതിദത്തമായ ദുരന്തങ്ങൾ ഉണ്ടാകണം എന്ന് ദൈവം ആഗ്രഹിച്ചിരുന്നില്ല. This was absolutely nothing, nowhere in his mind at all. ദൈവത്തിന്റെ ഹൃദയത്തിൽ എങ്ങും അങ്ങനെ ഒരു ചിന്തയേ ഉണ്ടായിരുന്നില്ല. But God created some earth, it was perfect. ദൈവം സമ്പൂർണതയുള്ള ഒരു ഭൂമിയാണ് സൃഷ്ടിച്ചത്. And that perfect earth got damaged after the fall of a man. മനുഷ്യന്റെ വീഴ്ചയ്ക്ക് ശേഷം ആ പൂർണ്ണതയുള്ള പ്രപഞ്ചം അല്ലെങ്കിൽ ഭൂമി കുറ്റമുള്ളതായി തീർന്നു. Genesis chapter 3. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് പോകാം. Chapter 3 verse 17 and 18. 3-ന്റെ 17-18. മനുഷ്യനോട് കൽപ്പിച്ചതോ, നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ആയുഷ്കാലമൊക്കെ നീ കഷ്ടതയോടുകൂടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. മുള്ളും പറക്കാരെയും നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും. വയലിലെ സസ്യം നിനക്ക് ആഹാരമാകും. That means the earth was not like this. അതിന്റെ അർത്ഥം ഈ ഭൂമി ഇങ്ങനെ ആയിരുന്നില്ല. That earth was not cursed.
ആ ഭൂമി ശാപഗ്രസ്തമായിരുന്നില്ല. The earth did not have thorns and whistles. ഈ ഭൂമിയിലെ മുള്ളും പറക്കാരെയും ഉണ്ടായിരുന്നില്ല. It was a perfect earth which had its own beauty and glory. വളരെ മഹത്വവും മനോഹാരിതയുള്ള ഒരു പൂർണ്ണതയുള്ള ഭൂമിയായിരുന്നു ദൈവം സൃഷ്ടിച്ചത്. I don't know how it was, അതെങ്ങനെയായിരുന്നു എന്ന് എനിക്കറിയത്തില്ല. but it was perfect. അത് It പൂർണ്ണതയുള്ളതായിരുന്നു. was outside the natural evil. അത് പ്രകൃതിദത്തമായ തിന്മ ബാധിക്കുന്നതായിരുന്നില്ല. There was nothing called, earthquake or volcano. I do not know whether it was there or not, but nothing called destruction from them. നശീകരണം എന്നുള്ള ഒരു കാര്യം ഈ ഭൂമിയായിട്ടുള്ള ബന്ധത്തിൽ ഉണ്ടായിരുന്നില്ല. It was a perfect land, perfect earth in that sense. സമ്പൂർണതയുള്ള ഒരു ഭൂമിയായിരുന്നു. So what happened? പിന്നെന്തു പറ്റി? Natural evil started. പ്രകൃതി ദത്തമായ ദുരന്തങ്ങൾ, തിന്മകൾ ആരംഭിച്ചു. And the reason for this is the sin of a man. അതിന്റെ കാരണം മനുഷ്യന്റെ പാപം തന്നെയാണ്. So number one, we have to hit on the core issue, that is the sin. ഒന്നാമതായിട്ട് പാപം എന്നുള്ള ആ കേന്ദ്ര വിഷയത്തില് നമ്മൾ ഊന്നൽ കൊടുക്കണം. And that is the reason for the natural evil. അതാണ് പ്രകൃതിദത്തമായ ദുരന്തങ്ങൾക്കും തിന്മകൾക്കുമുള്ള കാരണം. Number one. ഒന്ന്. Number two, രണ്ടാമതായിട്ട് God created human being with a free will. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് സ്വതന്ത്ര ഇച്ഛയോടുകൂടിയാണ്. What about the natural laws? എന്താണ് പ്രകൃതിദത്തമായ നിയമങ്ങൾ? No, what about the natural laws? Whether it is free with having the free will? നാച്ചുറൽ ലോസ്. Yeah. ആ പ്രകൃതി നിയമങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനുള്ള ഇച്ഛയുണ്ടോ? I am standing here because of a gravitational force. ഞാനിവിടെ നിൽക്കുന്നത് ഗ്രാവിറ്റേഷൻ അല്ലെങ്കിൽ ഭൂഗുരുത്വാകർഷണം കൊണ്ടാണ്. If there is no gravitational force, I'll be flying, floating. ഒരുപക്ഷെ ഗുരുത്വാകർഷണമില്ലായിരുന്നേ ഞാൻ പറന്നു നടക്കുമായിരുന്നു. So what do you think, whether this gravitational force is having a natural free will? ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഭൂഗുരുത്വാകർഷണം എന്ന് പറയുന്നതിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സ്വതന്ത്ര ഇച്ഛയുണ്ടോ? ഇല്ല. Okay. But God has, made a software, has designed in such a way that it has to function in that particular way, right? ദൈവം അതിനെ ഒരു പ്രത്യേക രീതിയിൽ പ്രവർത്തിക്കണമെന്നുള്ള മട്ടിൽ തന്നെ സൃഷ്ടിച്ചതാണ്. You all agree with me? സമ്മതിക്കുന്നല്ലോ? Yes? Yes. Okay, I'll give you a couple of examples. Just show me the ball. I am here with a cricket ball and all. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ തരാം. ജെറമിയുടെ കയ്യിൽ ഒരു ക്രിക്കറ്റ് ബോളൊക്കെ ഉണ്ട്, സാധാരണയുള്ളതാണ്. Today we are going to do a small exercise. നമ്മളൊരു എക്സസൈസ് ചെയ്യാനായിട്ട് പോവുകയാണ്. Okay, earth is like this. ഭൂമി സഹോദരന്റെ കയ്യിലുള്ള ആ ബോൾ പന്ത് പോലെയാണ്. Right? It would be having little more different, a little shape, different shape. It's almost like this. ഏകദേശം ഇതുപോലെ ഷേപ്പിന് അല്പം വ്യത്യാസമുണ്ട്. It is a kind of a globe. അതൊരു ഗ്ലോബാണ്. Okay, we all have seen this, right? നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഭൂമി. The earth is rotating in its pole. അതിന്റെ ആക്സിസില്, അതിന്റെ ഒരു കേന്ദ്ര അച്ചുതണ്ടില് ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. Okay, and this earth is again revolving around the sun. അതേസമയം തന്നെ സൂര്യന് ചുറ്റും അത് ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയുമാണ്. Okay, this is a science we all have studied in our schools. ഇത് ശാസ്ത്രമാണ്, നമ്മളെല്ലാം സ്കൂളിൽ പഠിച്ചിട്ടുള്ളത്. Now tell me, this outer layer of the earth, where we all are alive, where we all are walking and moving around, right? This is a surface of the earth. നമ്മൾ ഈ ഭൂമിയുടെ പ്രതലത്തിലൂടെ ഇങ്ങനെ നടക്കുകയും ഓടുകയും ചാടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. Yes? സമ്മതിച്ചോ? Yes? Okay. 79% of this surface is covered with water. ഇതിന്റെ പ്രതലത്തില് 29% വെള്ളമാണ്. വെള്ളം കൊണ്ട് 75% വെള്ളം കൊണ്ട് മൂടിയിരിക്കുകയാണ്. And this 79% of water is not going out of this earth. It is still moving like this. എന്നാൽ ഈ 79% വെള്ളം ഒരിക്കലും ഭൂമിയുടെ പ്രതലത്തിൽ നിന്ന് തെറിച്ചു പോകുന്നില്ല, അത് അവിടെ തന്നെ പിടിച്ചിരിക്കുക. It is not going outside the earth periphery. അത് തുളുമ്പി തെറിച്ചു പോകുന്നില്ല. It is still
You have all have seen in the Shangamugam or Kolam, you know, the sea is just on the outer layer of the earth. ഭൂമിയുടെ പുറന്തോടിന്റെ മുകളിലായിട്ട് നമ്മൾ ശംഖുത്തൊക്കെ പോയ കാണാം കടല് ഇങ്ങനെ നിലകൊള്ളും. You won't see the water flying in the sky. വെള്ളം ആകാശത്തേക്കൊന്നും പറക്കുന്നത് നമ്മൾ കാണുന്നില്ല. But it is being only on the earth's surface. അത് ഭൂമിയുടെ പ്രതലത്തിൽ മാത്രമേ ഉള്ളൂ. Okay, this is all clear now so far? വ്യക്തമാണല്ലോ? Yes. Okay. യെസ്. This particular earth is basically having 3 layers inside. ഈ ഭൂമിക്ക് അകത്ത് 3 പാളികളുണ്ട്. The outer layer, I'm not going in deep, outer layer, middle layer and the core, which is the center of the earth. 3 പാളികള്, ഏറ്റവും പുറത്തുള്ളത്, നടുക്കുള്ളത്, ഉള്ളിലുള്ളത്. And the center of the earth is basically a heavy iron. That is what the scholars say. ഇതിന്റെ കേന്ദ്രഭാഗം, ഭൂമിയുടെ കേന്ദ്രഭാഗം ഇരുമ്പടങ്ങിയ അതേ സമയത്ത് ഉരുകി കിടക്കുന്ന ഒരവസ്ഥയിലാണ്. No, it is solid iron. ഒരു ഘനീഭവിച്ച ഇരുമ്പ് കഷ്ണമാണ്. And that is having 10,000 times hot periphery like sun inside. It's that hot. അത് 10,000 ഡിഗ്രി ഒക്കെ ചൂടുള്ള, വളരെ ചൂടുള്ള ഊഷ്മാവുള്ള അവസ്ഥയിലാണ്. That is in the core of the earth. അത് ഭൂമിയുടെ കേന്ദ്രത്തിലാണ് അങ്ങനെയുള്ളത്. Middle layer is having a semi-liquid kind of a form called magna, which is basically the melted form of stones. ഈ ഇരുമ്പ് ദണ്ഡിന്റെ ചുറ്റും അലിഞ്ഞ അവസ്ഥയിലുള്ള കല്ല് ഒക്കെ ഉരുകിയുണ്ടായ മാഗ്ന എന്ന് പറയുന്ന അവസ്ഥയിലുള്ള ഒരു വസ്തുവാണ്. And outer layer is basically the earth, which we call it the outer layer, which is basically the surface of the earth. നമ്മൾ പുറത്ത് കാണുന്ന ആ ഒരു പ്രതലമാണ് ശരിക്കും നമ്മൾ ഭൂമി എന്നൊക്കെ സാധാരണ പറഞ്ഞു വരുന്നത്. And this outer layer is basically having the titanic plates, which is constantly moving and which is on which we all are dwelling on. ഈ പുറത്തുള്ള പാളിയില് വലിയ കഷണങ്ങൾ അടുക്കി വെച്ചിരിക്കുകയാണ്. It's like this is the plates, you know, on this the whole surface is being surrounded by. ഈ നമ്മൾ ഈ പുസ്തകങ്ങൾ 2 വെച്ചേക്കുന്നത് പോലെ ഇതുപോലെയുള്ള അനേക പാളികൾ, അടുക്കുകൾ ഒന്നിനോടൊന്ന് ചേർന്ന് ഭൂമിയുടെ പാളിയിൽ ഉണ്ട്. So when this earth is moving, you know, the tectonic plate also starts moving. ഈ ഭൂമിയുടെ പാളിയിലുള്ള ഈ ടെക്ടോണിക് പ്ലേറ്റുകൾ എന്ന് പറയുന്ന ഈ പാളികളും ചലിച്ചുകൊണ്ടേയിരിക്കും. And sometimes this tectonic plate, when they come together and they converge with each other, they just go like this. ചിലപ്പോൾ അവ തമ്മിൽ കൂട്ടിമുട്ടിയിട്ട് അതിന്റെ രണ്ടിന്റെ അഗ്രം ഉയർന്നു വരും. And then when they go up like this, you know, the mountains are getting formed. അങ്ങനെയാണ് പർവ്വതങ്ങളൊക്കെ ഉണ്ടായി വരുന്നത്. 2 continents coming together through this tectonic plates, and they just converge with each other, and that is how the Himalayas and all other mountains are made. ഇതുപോലുള്ള ടെക്ടോണിക് പ്ലേറ്റുകൾ അല്ലെങ്കിൽ ഭൂമിയുടെ പാളികളിലുള്ള വലിയ കഷണങ്ങൾ കൂട്ടിയിടിച്ച് പൊങ്ങിയാണ് ഹിമാലയം പോലുള്ള പർവ്വതങ്ങൾ പോലും ഉണ്ടായിരിക്കുന്നത്. Sometimes what happens, these tectonic plates do not converge, they diverge with each other. പലപ്പോഴും like this, one below this. അവര് പരസ്പരം തമ്മിൽ കൂട്ടിയിടിച്ച് പൊങ്ങുന്നതിന് പകരം ചിലപ്പം ഒരെണ്ണം മറ്റതിന്റെ അടിയിലേക്ക് ഇടിച്ചു കയറാനുമുള്ള സാധ്യതയുണ്ട്. So this process going one up and one down is called submerge. They are submerging each other. അതിൽ ഒരെണ്ണം മറ്റതിനെ സബ്മർജ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ കീഴിലാക്കുക എന്ന് അതിനെ പറയും. So when this happens, there are earthquakes like this. അങ്ങനെ സംഭവിക്കുമ്പോഴാണ് പലപ്പോഴും ഭൂമി കുലുക്കം അനുഭവപ്പെടുന്നത്. Sometimes when these mountains are formed, you know, there are gaps. So the magna from the down, the hot magna, which is so hot, semi-liquid rocks, they just go out of this surface, and that is how the volcanoes are formed and volcanoes are busted. ചിലപ്പം കൂട്ടിയിടിച്ച് മലയായിട്ട് പൊങ്ങുമ്പോൾ അതിനിടയ്ക്കൂടെ ഉള്ളിൽ ഉരുകി കിടക്കുന്ന മാഗ്ന പുറത്തേക്ക് ചാടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതാണ് അഗ്നിപർവ്വതം എന്ന് പറയുന്നത്. And sometimes these plates, they do not converge, they do not submerge, rather they diverge from each other.
ചില സമയത്ത് ഇവ പരസ്പരം ചലിച്ച് കൂട്ടിയിടിക്കുകയോ അല്ലെ ഒന്നിൻ്റെ കീഴിലേക്ക് മറ്റേത് പോവുകയോ ചെയ്യുന്നതിന് പകരം രണ്ട് ദിശയിലേക്ക് ചലിച്ചു എന്നും വന്നേക്കാം. And this process is called diversion. അതിനെ ഡൈവേർജ് ചെയ്യുക അല്ലെങ്കിൽ പരസ്പരം മാറിപ്പോവുക എന്ന് പറയാം. And when they diverge, the place becomes empty and there are seas inside, or there are islands made, or sometimes there are valleys getting formed. അങ്ങനെ ഇതിൻ്റെ രണ്ട് കഷണങ്ങൾ അന്യോന്യം മാറിപ്പോകുമ്പോൾ അതിനിടയ്ക്ക് വലിയ കുഴി പോലെ ഉണ്ടായിട്ട് അവിടെ വെള്ളം നിറയുമ്പോഴാണ് സമുദ്രങ്ങൾ, അതുപോലെ വലിയ സമതലങ്ങൾ, അതുപോലെ വലിയ കുഴിഞ്ഞ ഭാഗങ്ങളൊക്കെ പ്രതലത്തിൽ So ഉണ്ടാകുന്നത്. this is how the whole earth is moving. അങ്ങനെയാണ് ഈ ഭൂമിയുടെ പാളികളിലുള്ള ചലനങ്ങൾ നടക്കുന്നത്. Now tell me, why do we need these tectonic plates moving like this? ഈ ഭൂമിയുടെ അകത്തുള്ള കഷണങ്ങൾ ഇങ്ങനെ ചലിക്കേണ്ട ആവശ്യം എന്താണുള്ളത്? Why? എന്തുകൊണ്ട്? Because this has a geographical implication for the mankind. അത് മനുഷ്യന്റെ ഭൂമിശാസ്ത്രപരമായ ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതിനൊരു പ്രാധാന്യമുണ്ട്. If this tectonic plates do not move, we cannot live on the planet Earth. ഇങ്ങനെ ഈ പ്ലേറ്റ്സ് ചലിച്ചില്ലെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ തന്നെ പറ്റില്ല. We cannot live because the geographical implication is based on these tectonic plates. കാരണം ഈ ടെക്ടോണിക് പ്ലേറ്റുകൾ അല്ലെങ്കിൽ ഭൂപാളികളിലുള്ള കഷ്ണങ്ങളുടെ ചലനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഭൂശാസ്ത്രപരമായിട്ടുള്ള പല കാര്യങ്ങളും കുടികൊള്ളുന്നത്. When there are volcano burst, the whole lava comes out and it goes all across the land. ഇങ്ങനെ ഇവ കൂട്ടിയിടിച്ച് അതിനിടയ്ക്ക് നിന്ന് അഗ്നിപർവ്വതങ്ങൾ പൊട്ടി ലാവ ഒഴുകുമ്പോൾ അതെല്ലാം ചുറ്റും പരന്നിട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. But when it gets cold, that land becomes the most fertile land for the human being. എന്നാൽ അത് കട്ടി പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് അത് വളരെ വളക്കൂറുള്ള മണ്ണായിട്ടും മാറിയേക്കാം. That has so much of minerals, so much of chemicals, which becomes the beneficial for the human life. അതിനകത്ത് പല ലവണങ്ങളും പല രാസവസ്തുക്കളും ഒക്കെ ഉണ്ടാകും. അത് കൃഷിക്കൊക്കെ വളരെ ഉപയുക്തമായിട്ട് തീരും. And that is why these things are important. അതുകൊണ്ട് ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ You തന്നെയാണ്. have mountains to manage your climate. അതുപോലെ നമ്മുടെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നത് നമ്മുടെ മലകളാണ്, പർവ്വതങ്ങളാണ്. If we did not have Everest in the north, we would not be having monsoon rains. നമുക്ക് എവറസ്റ്റ് കൊടുമുടി ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യയിൽ മൺസൂൺ ഉണ്ടാകത്തേ ഇല്ലായിരുന്നു, മഴക്കാലം ഉണ്ടാകത്തേ We would ഇല്ലായിരുന്നു. not be able to manage the climate at all. നമുക്ക് കാലാവസ്ഥ ഒരു വിധത്തിലും അനുകൂലമായിരിക്കുമായിരുന്നില്ല. This process is not only having on the land, but this is also this plate tectonic conversion or diversion or subversion happens also in the sea. ഇതേപോലുള്ള ചലനങ്ങൾ കരയിൽ മാത്രമല്ല സമുദ്രത്തിന്റെ അടിയിലും നടക്കുന്നുണ്ട്. And when this happens, there are shaking in the sea, and all the minerals, all this comes together and they go up to absorb the carbon dioxide. ഇങ്ങനെ ഇളക്കം സമുദ്രത്തിൽ ഉണ്ടാകുമ്പോൾ ആകെ അതിലുള്ള രാസവസ്തുക്കൾ ഇളകി മറിഞ്ഞ് മുകളിലേക്ക് പോവുകയും അതുപോലെ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡയോക്സൈഡ് പോലുള്ള വിഷവാതകങ്ങളെ വലിച്ചെടുക്കുകയും ചെയ്യും. Can you imagine how beautifully God has created all these things? ദൈവം ഇതിനെല്ലാം എത്ര മനോഹരമായി സൃഷ്ടിച്ചു എന്ന് ചിന്തിക്കാൻ If കഴിയും. the amount of carbon dioxide is increasing in the planet Earth, we won't be able to sustain. ഈ ഭൂമിയിൽ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടുകയാണെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയുകയില്ല. So basically this tectonic plate movement makes the sea shake, makes the earth shake in order to make the carbon dioxide and all other chemicals absorb. ഇങ്ങനെ ഭൂമിയുടെ പാളികളിലുള്ള ഈ കഷ്ണങ്ങൾ ചലിക്കുന്നത് നിമിത്തം സമുദ്രത്തിലും കരയിലും ഒക്കെ ഉണ്ടാകുന്ന ഇളക്കം അത് കാർബൺ ഡയോക്സൈഡിനെ നിയന്ത്രിക്കാൻ സഹായിക്കും. There are many other chemicals which are absorbed by this. ഇതുപോലെ മറ്റു പല രാസവസ്തുക്കളും വലിച്ചെടുക്കപ്പെടുന്നുണ്ട്. Many other toxic gases which have been filtered through this. ഇതുപോലെ പല വിഷമയമായിട്ടുള്ള ഗ്യാസുകളും വലിച്ചെടുക്കപ്പെടുന്നുണ്ട്. So all this earthquake, volcanoes or tectonic plate movement, all these things are the natural way of getting this earth sustained for the human being. അങ്ങനെ നോക്കുമ്പോൾ ഈ അഗ്നിപർവ്വതത്തിന്റെ സ്ഫോടനങ്ങളും അതുപോലെ തന്നെ ഈ ഭൂപാളികളിലുള്ള കഷണങ്ങളുടെ ചലനവും ഇതൊക്കെയും തന്നെ നമ്മുടെ നിലനിൽപ്പിനെ സഹായിക്കുന്ന കാര്യങ്ങൾ. How does the
natural things, these all things come beneficial for the human being. ഈ പ്രകൃതിദത്തമായ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മനുഷ്യർക്ക് പ്രയോജനകരമായി തീരുന്നത്? If you take planet Mars, നമ്മൾ മാഴ്സ് എന്ന് പറയുന്ന പ്ലാനറ്റിനെ പരിഗണിച്ചാൽ there is no tectonic movement like what we have in Earth. നമുക്ക് ഭൂമിയിൽ ഉള്ളതുപോലെ ഭൂപാളികളിലുള്ള കഷ്ണങ്ങളുടെ ചലനം അവിടെ ഇല്ല. There cannot be climate change as long as we have in Kerala, in planet Earth. ഭൂമിയിൽ ഉള്ളതുപോലെ ചൊവ്വയിൽ ഇതുപോലെയുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നില്ല. Because there cannot be a human presence at all. കാരണം അവിടെ മനുഷ്യന്റെ സാന്നിധ്യവും ആവശ്യമില്ലല്ലോ. There cannot be. അവിടെ ഇല്ലല്ലോ. So now you will understand how beautifully God has created all these laws and the natural system for sustaining a human being in planet Earth. ഇതൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ ഭൂമിയിൽ എത്ര മനോഹരമായിട്ടാണ് ദൈവം പ്രകൃതി നിയമങ്ങളൊക്കെ കരിപ്പിടിപ്പിച്ചിരിക്കുന്നത് മനുഷ്യന്റെ പാർപ്പിനായിട്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. Do you think it was an accident? ഇത് അബദ്ധത്തിന് സംഭവിച്ചാണെന്ന് ചിന്തിക്കുന്നോ? Now you may ask, where is it all written? ഇത് എവിടെയാ എഴുതിയിരിക്കുന്നത് നിങ്ങൾ എന്നോട് ചോദിക്കുമായിരിക്കും. Let's try to analyze from the scripture. നമുക്ക് വചനത്തിൽ നിന്ന് തന്നെ ഇതൊന്ന് വിശദീകരിക്കാനായിട്ട് ശ്രമിക്കാം. The portion what I want to show you is something which is very profound. വളരെ പ്രഭാവമുള്ള ഒരു ഭാഗമാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. Now God is not a God who will only give good things to the believer and bad things to the wicked. ദൈവം നല്ലവർക്ക് നന്മയും അല്ലാത്തവർക്ക് മോശവും കൊടുക്കുന്ന ഒരു ദൈവമേ അല്ല. No, God is not like that. ദൈവം അങ്ങനെ ഒരു ദൈവമേ അല്ല. He has kept the natural laws to work for everyone. ഈ പ്രകൃതി നിയമങ്ങളൊക്കെ എല്ലാവർക്കും അനുഗ്രഹമായിരിക്കത്തക്ക വിധത്തിലാണ് ദൈവം ഡിസൈൻ And ചെയ്തത്. through this design of the creation, the mankind should be able to see God. ഈ പ്രപഞ്ചത്തിന്റെ രൂപകൽപ്പനയിലൂടെ തന്നെ മനുഷ്യന് ദൈവത്തെ കാണാൻ കഴിയണം. That is how he has created the entire planet Earth. ആ രീതിയിലാണ് ഈ ഭൂമിയെ മുഴുവൻ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. Matthew chapter 5 verse 45. നമുക്ക് മത്തായിയുടെ സുവിശേഷം 5:45 വാക്യത്തിലേക്ക് പോകാം. അതിൻ്റെ 2-ാം ഭാഗം, അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നുവല്ലോ. So he is not separating, he is not separating people, good people and bad people. ദൈവം നല്ലവരെന്നും തിന്മയുള്ളവരെന്നും രണ്ടായിട്ട് മനുഷ്യരെ തിരിക്കുന്നില്ല. He has given the creation for every human being. എല്ലാ മനുഷ്യർക്കും തന്റെ സൃഷ്ടി കൊടുത്തിരിക്കുകയാണ്. He has given the free will to every human being in order to do the good and to go to God. നന്മ ചെയ്ത ദൈവത്തിലേക്ക് പോകത്തക്ക വിധത്തിൽ എല്ലാ മനുഷ്യർക്കും ദൈവം സ്വതന്ത്ര ഇച്ഛ നൽകിയിരിക്കുകയാണ്. He has given a moral law to every human being in order to understand and reflect that moral values to the fellow beings. തൻ്റെ സഹസൃഷ്ടത്തോട് ശരിക്കും ധാർമ്മിക മൂല്യങ്ങൾ കാണിക്കത്തക്ക വിധത്തില് ആ ധാർമ്മിക ചിന്ത ദൈവം അല്ലെങ്കിൽ ധാർമ്മിക പ്രമാണം ദൈവം എല്ലാവർക്കും നൽകിയിരിക്കുകയാണ്. Okay, now let's try to analyze a small geography. നമുക്ക് അല്പം ഭൂശാസ്ത്രം ഒന്ന് വിശകലനം ചെയ്ത് നോക്കാം. Chapter 1 of Genesis. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം. I hope all of you are following James Uncle's those channel what we have been doing in Agora. നമ്മളിപ്പോൾ അഗോറ ചാനലിൽ ഇടുന്ന വീഡിയോകൾ നിങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നു എന്ന് വിചാരിക്കുന്നു. If not, please subscribe and then try to follow it. നിങ്ങൾ ഇതുവരെ അത് നോക്കുന്നില്ലെങ്കിൽ അത് നിങ്ങൾ കാണുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. Because there are a lot of things which have been spoken there. ഈ ഉൽപ്പത്തി പുസ്തകവുമായി ബന്ധപ്പെട്ട അനേക കാര്യങ്ങൾ ആ വീഡിയോകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. Okay, now when we go for the third creation of the earth, ഭൂമിയുടെ സൃഷ്ടിയുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ നോക്കുമ്പോൾ how was this earth created? എങ്ങനെയാണ് ഈ ഭൂമി സൃഷ്ടിച്ചത്? Verse 9. 9-ാമത്തെ വാക്യം, ദൈവം ആകാശത്തിന് കീഴിലുള്ള വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ, ഉണങ്ങിയ നിലം കാണട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഉണങ്ങിയ നിലത്തിന് ദൈവം ഭൂമി എന്നും വെള്ളത്തിന്റെ കൂട്ടത്തിന് സമുദ്രമെന്നും പേരിട്ടു. What is written there? Is it written there that God created land with different continents? ദൈവം ഭൂമിയെ വിവിധ ഭൂഖണ്ഡങ്ങളായിട്ട് സൃഷ്ടിച്ചു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. How was the land that time? എങ്ങനെയാണ് ഭൂമി ഉണ്ടാക്കിയത്? പല ഭൂഖണ്ഡങ്ങൾ ഉണ്ടായിരുന്നു. This was the earth. ഈ പന്ത് പോലെയായിരുന്നു ഭൂമി. It was full of water. അതിൽ നിറയെ വെള്ളം ഉണ്ടായിരുന്നു. So God commanded waters to be in one side and then there should come up the land.
വെള്ളം ഒരു വശത്ത് കൂടട്ടെ, മറുവശത്ത് കര പൊങ്ങി വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. That is what it says, right? അങ്ങനെയല്ലേ പറയുന്നത്? Yeah? Or land came from planet Earth or Jupiter and got attached there. അതോ വേറെ ഏതോ ഗ്രഹത്തിൽ നിന്ന് ഭൂമി ഇങ്ങോട്ടേക്ക് താഴ്ന്നിറങ്ങി വരികയായിരുന്നോ? There was a water on the earth and God commanded all the earth to be in one side, and then immediately the land appeared. That's what it says. ഭൂമിയെ ചുറ്റി വെള്ളം മൂടിയിരിക്കുകയായിരുന്നു. വെള്ളമെല്ലാം ഒരു വശത്ത് കൂടട്ടെ എന്ന് ദൈവം പറഞ്ഞു, മറുവശത്ത് ഭൂമി ഉണ്ടായി എന്നാണ് പറയുന്നത്. Right? ശരിയല്ലേ? Yes or no? Are you with me? സമ്മതിച്ചോ? Because we have got lot to. If you do not agree with this, then we cannot go further. എല്ലാവരും തലയാട്ടുന്നുണ്ട്. Okay, so you all agree that there was one land, or to be precise, there was only one continent. നമ്മൾ ആ ഭാഗം വായിച്ചു നോക്കുമ്പോൾ ഒരു സ്ഥലത്ത് വെള്ളം കൂടട്ടെ എന്ന് പറയുന്നതിൽ നിന്നും അന്ന് ഒരു ഭൂഖണ്ഡം മാത്രമേ ഉണ്ടായിരുന്നുള്ളത്. In geographical language we call it Pangaea. അതിനെ പാൻജിയ എന്നാണ് ജോഗ്രഫിയുടെ ഭാഷയിൽ പറയുന്നത്. There was only one continent, there one place as a land. ഒരു സ്ഥലമേ ഉള്ളായിരുന്നു, ഒരു ഭൂഖണ്ഡമേ ഉള്ളായിരുന്നു. Pangaea, right? പാൻജിയ എന്നുള്ള പേരാണ്. Okay, now then what happened? എന്നിട്ട് എന്തു പറ്റി? Now we have Africa, we have North America, we have South America, we have Europe, we have Asia, Australia. I mean, we have n number, and then Antarctica also. We have n number of lands all across the planet Earth. ഇന്ന് നമുക്ക് ഭൂമിയിലെ വിവിധമായ ഭൂഖണ്ഡങ്ങളുണ്ട്. ആഫ്രിക്ക, ഏഷ്യ, യൂറോപ്പ്, അമേരിക്ക, സൗത്ത് അമേരിക്ക, ഓസ്ട്രേലിയ, ഇങ്ങനെ അന്റാർട്ടിക്ക എന്നൊക്കെ പറഞ്ഞ്, ആർട്ടിക്ക എന്നൊക്കെ പറഞ്ഞു. What happened? എങ്ങനെ സംഭവിച്ചത്? If that is the case, then the Bible is wrong. അത് ആയിട്ട് ചേർന്ന് പോകുന്നില്ലെങ്കിൽ ബൈബിൾ തെറ്റാണെന്ന് വരണ്ടേ? Isn't that? വരണ്ടേ? 1-ാം അധ്യായത്തിൽ പറയുന്ന പോലെ അല്ലല്ലോ ഇന്ന് കാണുന്നത്. It is not Pangaea, it is multiple continents now. അന്നുണ്ടായിരുന്ന പോലെ ഏക പാൻജിയ അല്ല, പകരം പല ഭൂഖണ്ഡങ്ങളാണ് കാണുന്നത്. What happened? എന്തു സംഭവിച്ചു? earthquake സംഭവിച്ചു. Yes. അതെ. There were earthquakes, there were volcano blasts, there were mountains which came up, and that is how the continents formed. ശരിയാണ്. വലിയ ഭൂമികുലുക്കങ്ങളുണ്ടായി, അതുപോലെ വൾക്കാനോ ഇറപ്ഷൻ ഉണ്ടായി, അതുപോലെ പുതിയ പുതിയ മലകൾ ഭൂമിയുടെ കഷണങ്ങൾ കൂട്ടിയിടിച്ച് പൊങ്ങി ഉയർന്നുണ്ടായി. And that is how what we see the present earth, that is how it has come. അങ്ങനെയാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ ഭൂമി ഉണ്ടായത്. What is the proof? എന്താണ് പ്രൂഫ്, തെളിവ്? Genesis chapter 10. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം 25. 25-ാം വാക്യം. ഏബറിന് 2 പുത്രന്മാർ ജനിച്ചു, ഒരുത്തന് പേലഗ് എന്ന് പേർ. അവന്റെ കാലത്തായിരുന്നു ഭൂവാസികൾ പിരിഞ്ഞുപോയത്. ഇൻ മലയാളം ഇറ്റ് ഈസ് ഭൂവാസികൾ. Okay, can somebody read in English please? And unto Eber were born 2 sons. The name of one was Peleg, for in his days was the earth divided. In his days earth divided. മലയാളത്തിൽ ഭൂവാസികൾ പിരിഞ്ഞുപോയെന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് ഇംഗ്ലീഷിലും മൂലഭാഷയിലുമൊക്കെ അവന്റെ കാലത്തായിരുന്നു ഭൂമി വേർപെട്ടു പോയത് എന്ന് എഴുതിയിരിക്കുന്നു. You will read the same phrase, same thing happening in First Chronicles chapter 1 verse 19 also. ഇതേ കാര്യം തന്നെ 1-19 നമ്മൾ വായിക്കുന്നു. In the days of Peleg we have the land divided. അവിടെയും മൂലഭാഷയിലും ഇംഗ്ലീഷിലും ഒക്കെ പേലഗിന്റെ കാലത്താണ് ഭൂമി പിരിഞ്ഞുപോയതെന്ന് 1-19 രേഖപ്പെടുത്തി. There was a huge geological development happening in his days. ആ സമയത്താണ് ഒരു വലിയ ഭൂമിശാസ്ത്രപരമായ വ്യതിയാനം സംഭവിക്കുന്നത്. There have been so many of tectonic plates getting converging with each other, submerging with each other, dividing with each other. ആ സമയത്ത് ഭൂമിയുടെ പാളിയിലുള്ള അനേക കഷ്ണങ്ങൾ കൂട്ടിയിടിച്ച് പൊങ്ങുകയും ഒന്നിന്റെ കീഴിലേക്ക് മറ്റൊന്ന് പോവുകയും അകന്നു പോവുകയും ഒക്കെ ചെയ്തു. You know, atheists say that it is nothing to do with that. It is basically dividing the boundaries. Pardon?
dividing the boundaries of the nations. പലപ്പോഴും നിരീശ്വരന്മാർ പറയും അത് രാജ്യങ്ങളുടെ അതിർത്തിയൊക്കെ വേർതിരിക്കുന്നത് മാത്രമാണ്. It is nothing to do with the continents. അത് ഭൂഖണ്ഡങ്ങളുമായിട്ട് ബന്ധപ്പെട്ടല്ലെന്നൊക്കെ അവർ പറയാൻ ശ്രമിക്കും. But it is very clearly written in the Hebrew, the word which is called palag, P-A-L-A-G, palag. Palag is nothing but dividing or repositioning or splitting. These are the meaning of it has. എന്നാൽ ഇത് രാജ്യങ്ങളുടെ അതിർത്തി നിർണയിച്ചതിനെ കുറിച്ചൊന്നും അല്ല. മൂലഭാഷയിലെ എബ്രായ ഭാഷയിലെ പലാഗ് എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം പുതിയ പൊസിഷനിലാക്കി വെക്കുക, വേർതിരിക്കുക, മുറിച്ചു മാറ്റുക എന്നൊക്കെയാണ്. God did it. ദൈവം ചെയ്തു. God, how did he do? എങ്ങനെ ദൈവം ചെയ്തു? Through the natural activities. ദൈവം അത് ചെയ്തത് പ്രകൃതിദത്തമായ സംഭവങ്ങളിലൂടെയാണ്. God did it. ദൈവം ചെയ്തു. God divided the continents. ദൈവം ഈ ഭൂഖണ്ഡങ്ങളെ വിഭജിച്ചു So മാറ്റി. when God does this all, when the tectonic plates, when they move, when they collide, when they converge, when they diverge, definitely there would be a impact for the human race. എന്നാൽ ഇങ്ങനെയൊക്കെ ഈ ഭൂമിയുടെ പാളിയിലുള്ള കഷ്ണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുകയും കൂട്ടിയിടിക്കുകയും ഒന്നിന്റെ കീഴിലേക്ക് ഒന്ന് പോവുകയൊക്കെ ചെയ്യുമ്പോൾ മനുഷ്യനെ ബാധിക്കുന്ന ചില കാര്യങ്ങളും അതോടൊപ്പം സംഭവിക്കും. This will happen. അത് സംഭവിക്കും. This thing happen. We'll read one more portion. Chapter Psalms 104. നമുക്ക് ഒരു ഭാഗം കൂടെ വായിക്കാം. സങ്കീർത്തനങ്ങൾ 104. 104 verses 4, 5, 6, 7, 8. 104-ന്റെ 4, 5, 6, 7 വാക്യങ്ങൾ. സങ്കീർത്തനം 104, 4 തൊട്ട്. അവൻ കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിജാലയെ തൻ്റെ ശുശ്രൂഷകന്മാരും ആക്കുന്നു. അവൻ ഭൂമിയെ അതൊരിക്കലും ഇളകിപ്പോകാതെ അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. നീ അതിനെ വസ്ത്രം കൊണ്ടെന്ന പോലെ ആഴികൊണ്ട് മൂടി. വെള്ളം പർവ്വതങ്ങൾക്ക് മീതെ നിന്നു. അവ നിന്റെ ശാസനയാൽ ഓടിപ്പോയി. നിന്റെ ഇടിമുഴക്കത്താൽ അവ ബന്ധപ്പെട്ടു. മലകൾ പൊങ്ങി, താഴ്വരകൾ താണു. നീ അവയ്ക്ക് നിശ്ചയിച്ച സ്ഥലത്തേക്ക് വാങ്ങിപ്പോയി. Are you able to read that? The mountains blew up. പർവ്വതങ്ങൾ പൊങ്ങി എന്ന് They വായിക്കുന്നില്ലേ? rose up. അത് പൊങ്ങി വന്നു. How? എങ്ങനെ? Tectonic plate colliding. അതാണ് ഭൂപാളികളിലുള്ള കഷണങ്ങൾ That കൂട്ടിയിടിച്ചത്. is how God works. അങ്ങനെയാണ് ദൈവം പ്രവർത്തിച്ചത്. But when he does it for the mankind. അവനത് ചെയ്യുന്നത് മനുഷ്യജാതിക്ക് വേണ്ടി തന്നെയാണ്. So that the mankind can sustain. അതുകൊണ്ട് മനുഷ്യന് നിലനിൽക്കാനായിട്ട് സാധിക്കും. So that mankind can live in this planet Earth. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ മനുഷ്യന് ജീവിക്കാൻ സാധിക്കും. There would be death, there would be natural disasters happening. ശരിയാ, മരണവും ദുരന്തങ്ങളും പ്രകൃതി ദുരന്തങ്ങളും ഒക്കെ ഉണ്ടായേക്കാം. But that is a part of that is a reason of the fall of a human sin. അത് മനുഷ്യന്റെ പാപത്തിന്റെ ഫലമാണ്. But this is how God works. എന്നാൽ ഇങ്ങനെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. Now tell me. There were so many things I wanted to complete today, but I think I have not reached half of it. ഞാൻ കുറെ കൂടെ തീർക്കണമെന്ന് വിചാരിച്ചത് നടന്നില്ല. കുഴപ്പമില്ല. You tell me, is God wonderful? എന്നോട് പറയുക, ദൈവം അത്ഭുതവാഹനല്ലേ? Yes or no? ആണോ അല്ലയോ? We are not able to comprehend, we are not able to understand the God whom we serve. നമ്മൾ സേവിക്കുന്ന ആ ദൈവത്തെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല. We are not able to understand whom we follow, my beloved. നമ്മൾ പിന്തുടരുന്ന ആ ദൈവം ആരാണെന്ന് നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. Death, when we see the death happening due to the natural law, are we getting ourselves pointed to God and say, God, how great you are, how wonderful you are, how amazing you are? And are we able to introspect ourselves as far as our relationship with him is concerned? നമ്മൾ ഇങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങളൊക്കെ കാണുമ്പോൾ ദൈവമേ നീ എത്ര ഉന്നതനാണ്, എത്ര നല്ലവനാണ്, നീ എത്ര അത്ഭുതവാനാണ് എന്ന് ചിന്തിച്ച് നമുക്ക് ദൈവത്തോടുള്ള ബന്ധത്തെ നമുക്ക് പരിശോധിക്കാനായിട്ട് കഴിയുന്നുണ്ടോ? Yeah, it is our duty to pray for people, those who are dying, so that they should not be involved, they should not be indulged in the calamity. മരിച്ചു പോകുന്ന ആളുകളെ കുറിച്ച് നമ്മൾ ചിന്തയുള്ളവരായിരിക്കണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ട്. അവർ കൂടുതൽ കഷ്ടങ്ങളിലൂടെ കടന്നു പോകരുത്.
but God does things for his own sake. എന്നാൽ അവൻ്റെ കാര്യത്തിന് വേണ്ടി തന്നെയാണ് ദൈവം അങ്ങനെ ചെയ്യുന്നത്. So that we can be sustained. അങ്ങനെ ചെയ്താലേ നമുക്ക് നമ്മളെ തന്നെ നിലനിർത്താൻ കഴിയുകയുള്ളൂ. You know the entire, let's read Psalms 19 verse 1. നമുക്ക് സങ്കീർത്തനങ്ങൾ 19 ഒന്നും കൂടെ വായിക്കാം. സങ്കീർത്തനങ്ങൾ 19 1. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം എൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. Sometimes I read this portion and I just bow down before him. ഞാൻ ഈ ഭാഗം വായിക്കുമ്പോൾ പലപ്പോഴും എൻ്റെ മുന്നിൽ മുട്ടുമടക്കാറുണ്ട്. How can we say, God, we are anywhere capable of doing something of our own? ദൈവമേ, ഞങ്ങൾ തന്നെ എന്തെങ്കിലും ചെയ്യത്തക്ക വിധത്തിൽ എങ്ങനെ അതിൻ്റെ അടുത്തെങ്കിലും വരാനായിട്ട് കഴിയും? Because this whole universe is, this whole planet, the stars, the moon, the sun, all these are the, art of his finger. ഈ പ്രപഞ്ചത്തിലുള്ള സകലതും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും എല്ലാം ദൈവത്തിൻ്റെ കൈവേലയാണ്. It's a art basically. അത് ദൈവത്തിൻ്റെ ഒരു കരവിരുതാണ്. And his art speaks volume for a mankind like me. ദൈവത്തിൻ്റെ കരവിരുത് അവനെക്കുറിച്ച് മനുഷ്യന് വേണ്ടി അനേക കാര്യങ്ങൾ ഇങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുക. My beloved, we serve a God who was not sitting in the heaven and watching us dying like a sinful people. പ്രിയപ്പെട്ടവരെ, പാപികളെന്നുള്ള നിലയ്ക്ക് നമ്മൾ നശിക്കുന്നത് നോക്കിക്കണ്ട് സ്വർഗത്തിലിരുന്ന് ആശ്വസിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. He did not plan some scheme so that we could be saved. നമ്മൾ രക്ഷിക്കപ്പെടത്തക്ക വിധത്തിൽ ഒരു പദ്ധതി അവനിടുന്നവനായിരുന്നു. But he came as a person to suffer, to take that evil. അതുകൊണ്ട് തന്നെ അവന് ഒരു മനുഷ്യനായിട്ട് അവതരിച്ച് ഈ തിന്മയൊക്കെ തന്മേൽ വഹിച്ച് നമ്മളെ രക്ഷിക്കാനായിട്ട് He തീരുമാനിച്ചു. took up that pain, that suffering, the evil. നമുക്ക് പകരമായിട്ട് ആ വേദനയും ആ തിന്മയും ഒക്കെ അവൻ സ്വയമേവ ഏറ്റെടുത്തു. So that we can unite with him. നമുക്ക് അവനുമായിട്ട് ഒന്നായി തീരാൻ കഴിയത്തക്ക വിധത്തിൽ. My beloved, our God is great. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം വലിയവനാണ്. He does things not to punish us or not to finish off with us. നമ്മളെ തീർത്തു കളയാനോ അല്ലെങ്കിൽ നമ്മളെ ശിക്ഷിക്കാനോ വേണ്ടി അല്ല ദൈവം കാര്യങ്ങൾ ചെയ്യുന്നത്. But he does it so that we can be united with him. Not for this 60 or 80 or 100 year life, but for the eternity. മറിച്ച് നമ്മളെ എന്നേക്കുമായിട്ട് 60, 70, 90 വർഷത്തേക്കല്ല, എന്നേക്കുമായിട്ട് അവനുമായിട്ട് സംയോജിപ്പിക്കാൻ വേണ്ടിയാണ് ദൈവം തൻ്റെ പ്രവൃത്തികൾ. All the natural laws, എല്ലാ പ്രകൃതി നിയമങ്ങളും it works for him. അത് അങ്ങനെ ആ ദിശയിലേക്കാണ് പ്രവർത്തി. I will just give one example and close. ഞാൻ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. Genesis chapter 1 verse 1. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം. 1 and 2. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1ഉം 2ഉം വാക്യങ്ങൾ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായി ഇരുന്നു. ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. Next verse. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചം ഉണ്ടായി. What did he say? ദൈവം എന്ത് പറഞ്ഞു? വെളിച്ചം. വെളിച്ചം ഉണ്ടാകട്ടെ. And there was light. വെളിച്ചം ഉണ്ടായി. Now tell me how long the light would be shining. ഇപ്പം എന്നോട് പറയുക, എത്ര നേരം ഈ വെളിച്ചം പ്രകാശിച്ചു കാണും? Or how long that power of that one word. He said that, it said what? He said, let there be light. So this power of that word, how long that would be sustaining in the universe? കർത്താവ് വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ആ വാക്കുകളുടെ ശക്തി എത്ര കാലം ഈ പ്രപഞ്ചത്തിൽ അനുഭവപ്പെട്ട് കാണും? ഇപ്പോഴും. Still.
The light is still shining. വെളിച്ചം ഇന്നും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. The word is still powerful. വചനം ഇപ്പോഴും ശക്തിയോടെ തന്നെ തുടരുന്നു. He said, let there be gravitational force. It is still there. ദൈവം ഭൂഗുരുത്വാകർഷണം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിരിക്കണം, അത് ഇന്നും തുടരുന്നു. He said, let there be a sky, separate the firmament and the water. It's still there. വെള്ളങ്ങളുടെ മധ്യേ ഒരു വിധാനം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ദൈവം ആകാശത്തെ ഉണ്ടാക്കി, അത് ഇന്നും നിലനിൽക്കുന്നു. It is still there, my beloved, because that is what we read in the book of New Testament. The sky, the universe is hanging on what? In what? In the space, in the what? Nothingness. അതുകൊണ്ടാണ് ഇയ്യോബിന്റെ പുസ്തകത്തില് ഒന്നുമില്ലായ്മയിൽ ദൈവം ഭൂമിയെ തൂക്കിയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. I mean, it is still, it's like a ball is hanging in this space. ഈ പന്ത് ഇങ്ങനെ ഒന്നുമില്ലായ്മയിൽ തൂങ്ങി കിടക്കുന്നു. Right now it is between my fingers. ഞാൻ ഇപ്പൊ ഈ പന്തിനെ രണ്ടു വശത്തും എന്റെ വിരൽ കൊണ്ട് താങ്ങി പിടിച്ചാണ് But നിർത്തിയിരിക്കുന്നത്. if I leave these fingers, it will fall down. ഞാൻ എന്റെ വിരലുകൾ പിൻവലിച്ചാൽ അത് താഴെ വീഴുകയും ചെയ്യും. But this planet Earth, this planet Mars, this entire solar system, there are thousands of solar systems, there are thousands of universe. They all are hanging on nothingness but the word of God. ഈ ഭൂമി മാത്രമല്ല, ഈ നമ്മൾ അധിവസിക്കുന്ന മിൽക്കി വേ പോലുള്ള ഗാലക്സി മാത്രമല്ല, അനേക കാര്യങ്ങൾ ഇങ്ങനെ ഒന്നുമില്ലായ്മയിൽ തൂങ്ങിക്കിടക്കുകയാണ്. But everything is sustained by his word. അവന്റെ വാക്കുകൊണ്ടാണ് സകലത്തെയും അവൻ He വഹിക്കുന്നത്. said, it is still there. അവൻ കൽപ്പിച്ചു, അത് ഇന്നും അതുപോലെ ആയിരിക്കുന്നു. What a God we serve, my beloved. നമ്മുടെ ദൈവം എത്ര വലിയവനായ ദൈവമാണ്. Don't we feel worshiping that great God always? ഈ വലിയവനായ ദൈവത്തെ ആരാധിക്കാനായിട്ട് എപ്പോഴും ഇടയാകട്ടെ. Let us just behold the beauty of this creation and lead our life depending on him more. ഈ പ്രപഞ്ചത്തിന്റെ മനോഹാരിത കണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ അവന്റെ മുന്നിൽ സമർപ്പിക്കാം. There would be natural disasters. ഒരു പക്ഷേ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായേക്കാം. Whenever you hear, whenever you see, നമ്മളത് അതേക്കുറിച്ച് കേൾക്കുമ്പോഴും കാണുകയൊക്കെ ചെയ്യുമ്പോഴും bow before him. അവന്റെ മുന്നിൽ താണു വണങ്ങുക. And rely on him. അവനെ തന്നെ തുടർന്നും ആശ്രയിക്കുക. May God bless each one. ദൈവം നമ്മളെ സഹായിക്കട്ടെ.